നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ വിഷു എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം വിഷു എന്ന് പറഞ്ഞാൽ കണിക്കൊന്നയും കൈനീട്ടവുമാണെന്ന്. പക്ഷെ ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. അത് പലർക്കും അങ്ങോട്ട് നിശ്ചയമില്ല. അപ്പോ ഇന്ന് നമുക്ക് ആ ഐതിഹ്യങ്ങളും അധികമാരും അറിയാത്ത കുറച്ച് വിശേഷങ്ങളും അങ്ങോട്ട് പൊളിച്ചടിക്കാലോ. വിഷുവിന് പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് സൂര്യന്റേതാണ്. രാവണന്റെ കാലത്ത് സൂര്യൻ നേരത്തെ ഉദിക്കാൻ രാവണൻ സമ്മതിക്കില്ലായിരുന്നു. രാവണൻ രാമനാൽ വധിക്കപ്പെട്ട ശേഷം സൂര്യൻ സ്വതന്ത്രനായി കിഴക്ക് ഉദിച്ചുയർന്നത് ഒരു മേടമാസം 1-ാം തീയതി ആയിരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് സൂര്യന്റെ രാശിമാറ്റത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. രണ്ടാമത്തേത് നമ്മുടെ ശ്രീകൃഷ്ണന്റെ കഥയാണ്. പണ്ട് നരകാസുരൻ എന്ന് പറഞ്ഞ ഒരു വില്ലൻ ഉണ്ടായിരുന്നു. മൂപ്പർക്ക് ആരെയും പേടിയില്ല, ആകെ അഹങ്കാരമായിരുന്നു. ഒടുവിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ നേരിട്ടിറങ്ങി ആ അസുരനെ അങ്ങോട്ട് വധിച്ചു. നരകാസുരൻ വധിക്കപ്പെട്ട ആ സുദിനത്തിന്റെ ആഹ്ലാദമാണ് നമ്മൾ ഈ പടക്കം പൊട്ടിച്ചും കണി കണ്ടും ആഘോഷിക്കുന്നത്. തിന്മയുടെ മേൽ നന്മ വിജയിച്ച ദിവസം. ഇനി അധികമാരും പറയാത്ത ഒരു കാര്യമുണ്ട്. ഈ വിഷു എന്ന വാക്കിന് സംസ്കൃതത്തിൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് ഭൂമിയുടെ എല്ലാ ഭാഗത്തും രാവും പകലും ഒരുപോലെ വരുന്ന വിഷുപത്, അതായത് ഇക്വിനോക്സ്. ഈ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ആഘോഷം. പ്രകൃതിയും ഭൂമിയും ഒരേ താളത്തിലാകുന്ന സമയം. നമ്മൾ വിഷുക്കണി ഒരുക്കുമ്പോൾ അതിൽ വെക്കുന്ന ഓരോ സാധനത്തിനും ഓരോ അർത്ഥമുണ്ട്. അതായത് കണിക്കൊന്ന, അത് പ്രകൃതിയുടെ പൊന്നാണ്. പിന്നെ വാൽക്കണ്ണാടി, ഭഗവാനെ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മെ തന്നെ കണ്ണാടിയിൽ കാണണം. അതായത് ഈ പുതുവർഷത്തില് നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയണം എന്നൊരു തത്വം അതിലുണ്ട്. അടുത്തത് ഉരുളിലെ ധാന്യങ്ങൾ. വരാനിരിക്കുന്ന കാലം പഞ്ഞമില്ലാതെ പോകണം എന്ന പ്രാർത്ഥനയാണത്. പിന്നെ വിഷുക്കട്ടയും കഞ്ഞിയും. സദ്യയുടെ കാര്യം പറഞ്ഞാൽ പലർക്കും അറിയില്ലാത്ത ഒരു ഐറ്റമാണ് വിഷുക്കട്ട. മട്ടയരിയും തേങ്ങാപ്പാലും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവം. പിന്നെ പ്ലാവിലെ കുമ്പിളിലാക്കി കുടിക്കുന്ന വിഷുക്കഞ്ഞിയും. ഇതൊക്കെ പണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആചാരങ്ങളാണ്. അപ്പോ സുഹൃത്തുക്കളെ, വിഷു എന്ന് പറഞ്ഞാൽ വെറും ഒരു അവധി ദിവസമല്ല, അതൊരു പുതിയ തുടക്കമാണ്. ഒരു പുതുവർഷത്തിന്റെ ആരംഭമാണ്. കൃഷി തുടങ്ങാനും സ്നേഹം പങ്കുവെക്കാനും പഴമയെ ഓർക്കാനുമുള്ള ഒരു ദിവസം. ഐശ്വര്യത്തിന്റെ ആ കണി കണ്ടുണരുന്ന എല്ലാവർക്കും എന്റെ വക ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ശരി എന്നാ.